പരിശുദ്ധ ദൈവമാതാവിൻ്റെ സ്വർഗാരോപണ തിരുനാൾ ആചരിക്കുന്ന ഈ വേളയിൽ എന്നെ ശ്രവിക്കുന്ന ഏവർക്കും എല്ലാവിധമായ അനുഗ്രഹങ്ങളും ഏറ്റവും സ്നേഹപൂർവ്വം ഞാൻ നേരുകയാണ്. ഈ ഒന്നാം ദിനത്തിൽ നമ്മുടെ വിജയദിനത്തിനായിട്ട് എടുത്തിരിക്കുന്നത് തെയോട്ടോക്കോസ് എന്നുള്ള പദമാണ്. ഈ ഒരു പദം ഗ്രീക്കിൽ നിന്നുമാണ് കടന്നു വന്നിരിക്കുന്നത്. തെയോസ് എന്ന് പറഞ്ഞാൽ ഗോഡ് എന്നും ട്വിക്റ്റെയിൻ എന്ന പദത്തിൽ നിന്നുമാണ് ഗിവ് ബർത്ത്, അതിൻ്റെ പൊതുവിലുള്ള അർത്ഥം ദൈവമാതാവ് എന്നുള്ളതാണ്. കന്യകമറിയത്തെ ദൈവമാതാവെന്ന് അഭിസംബോധന ചെയ്യുന്നതിലൂടെ ആദിമ ക്രൈസ്തവ സഭയിൽ വളരെയധികം പ്രശ്നങ്ങൾ ഉടലെടുക്കുകയുണ്ടായി. പ്രത്യേകിച്ച് കോൺസ്റ്റാന്റിനോപ്പിൾ ആർച്ച് ബിഷപ്പായിരുന്ന നെസ്തോറിയസ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഈ ഒരു പദം ഉചിതമല്ല എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുകയുണ്ടായി. അദ്ദേഹം പറയുകയാണ്, കന്യകമറിയം മനുഷ്യ രൂപത്തിൻ്റെ മാത്രം അമ്മയാണ്, അതുകൊണ്ട് തെയോട്ടോക്കോസ് എന്ന പദത്തിന് പകരം ക്രിസ്റ്റോട്ടോക്കോസ് എന്ന് ഉപയോഗിക്കണമെന്ന്. എന്നാൽ ഇതിനെ എതിർത്തുകൊണ്ട് അലക്സാണ്ട്രിയയിലെ സിറിൽ എന്ന സഭാപിതാവ് കടന്നു വരികയും യേശുക്രിസ്തുവിൻ്റെ സ്വഭാവത്തെ നമുക്ക് വേർതിരിച്ച് കാണുവാനായിട്ട് സാധിക്കുകയില്ല, അവിടുന്ന് മുഴുവനായിട്ട് മനുഷ്യനും മുഴുവനായിട്ട് ദൈവവുമാണെന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി. ഈ ഒരു പ്രശ്നം രൂക്ഷമായപ്പോൾ സഭയിൽ പ്രത്യേകമായിട്ട് കൗൺസിൽ വിളിച്ചു കൂട്ടിക്കൊണ്ട് 431 എഫേസുസ് സുനഹദോസ് പ്രഖ്യാപിക്കുകയുണ്ടായി, കന്യകമറിയത്തെ ദൈവമാതാവെന്ന് അഭിസംബോധന ചെയ്യാമെന്ന്. ഇതിനെ കൂടുതൽ അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് 451 നടന്ന കാൽസിഡോൺ സുനഹദോസ് ഈ ഒരു പ്രസ്താവനയെ കൂടുതൽ അതിൻ്റെ ദൈവശാസ്ത്രപരമായ അർത്ഥത്തിൽ വിശകലനം ചെയ്യുകയും ദൈവമാതാവ് എന്നുള്ള പദം കന്യകമറിയത്തിന് കൊടുക്കുകയും ചെയ്തു. ഈ ഒരു പദത്തിൻ്റെ ദൈവവചന അധിഷ്ഠിതമായി നമ്മൾ ചിന്തിക്കുമ്പോൾ ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 26 മുതൽ 38 വരെയുള്ള തിരുവചനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അവിടെ യഹോവയായ ദൈവം കന്യകമറിയത്തെ അഭിസംബോധന ചെയ്യുന്നത് ദൈവകൃപ നിറഞ്ഞവളെ എന്നാണ്. ഈ ലോകത്തിൽ കന്യകമറിയത്തെ മാത്രമേ ദൈവം അങ്ങനെ അഭിസംബോധന ചെയ്തിട്ടുള്ളൂ. കാരണം കന്യകമറിയം ദൈവത്തിൻ്റെ മുമ്പിൽ കൃപ കണ്ടെത്തിയ വ്യക്തിയായിരുന്നു. ദൈവഹിതത്തോട് പരിപൂർണമായിട്ട് യോജിച്ച് നിന്നുകൊണ്ട് ദൈവഹിതം തന്നിൽ നിറവേറട്ടെ, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി എന്ന് പരിശുദ്ധ കന്യകമറിയം ലോകത്തിൻ്റെ മുമ്പിൽ വിളിച്ചു പറയുമ്പോൾ കന്യകമറിയത്തിൻ്റെ വിശ്വാസ ജീവിതവും വിധേയത്വവുമാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇന്ന് ഈ ദിനത്തിൽ അമ്മയുടെ തിരുനാൾ നമ്മൾ ആചരിക്കുമ്പോൾ ക്രൈസ്തവരായ നമുക്ക് ഓരോരുത്തർക്കും പരിശുദ്ധ കന്യകമറിയം ഒരു പ്രചോദനമാണ്. നമ്മുടെ വിശ്വാസത്തെ നമ്മൾ പരിശോധിക്കുവാനുള്ള ഒരു അവസരമാണ്. ദൈവത്തെ അംഗീകരിക്കുവാനും ദൈവമാണ് നമ്മുടെ സർവസ്വമെന്ന് നമ്മുടെ ജീവിതത്തിൽ പ്രഖ്യാപിക്കുവാനുമായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? ദൈവത്തിൻ്റെ വിളിയോടെ പരിപൂർണമായിട്ട് വിധേയപ്പെടുമ്പോഴാണ് ഒരാൾക്ക് ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്തുവാനായിട്ട് സാധിക്കുന്നത്. പരിശുദ്ധ ദൈവമാതാവ് നമുക്ക് ഓരോരുത്തർക്കും മാതൃകയായിട്ട് അവിടെയാണ് പരിണമിക്കുന്നത്. ഈ തിരുനാളിൽ നമ്മൾ ഓരോരുത്തരും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം നേടിക്കൊണ്ട് ഈ അമ്മയെപ്പോലെ ദൈവഹിതത്തിന് വിധേയമായിട്ട് ജീവിക്കുവാനും വചനം കാത്തു പരിപാലിക്കുന്ന നല്ല ക്രൈസ്തവരായിട്ട് ജീവിക്കുവാനുമായിട്ട് നമുക്ക് പരിശ്രമിക്കാം. അതിന് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് കാവലും അഭയവുമായിരിക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.